ഇന്ന് നമ്മൾ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ്: ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്. ഈ പ്രായത്തിൽ പലർക്കും വയറ്റിൽ ഗ്യാസ്, വീർപ്പ്, ഭക്ഷണം ദഹിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം ഒരു കനം തോന്നൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഇതിന്റെ കാരണങ്ങളും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പരിഹാരങ്ങളും നമുക്ക് വിശദമായി നോക്കാം. പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് എളുപ്പത്തിൽ പാലിക്കാവുന്ന രീതിയിൽ. ആദ്യം, എന്തുകൊണ്ടാണ് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇത്ര സാധാരണമായി കണ്ടുവരുന്നത്? ഒരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്. 50 വയസ്സിന് മുകളിലുള്ളവർ പലപ്പോഴും ഭക്ഷണം വേഗത്തിൽ കഴിക്കുന്ന ശീലമുണ്ടാകാം. ഒന്നുകിൽ തിരക്കുകൾ കാരണം, അല്ലെങ്കിൽ വർഷങ്ങളായുള്ള ശീലം കൊണ്ട്. വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിനൊപ്പം വായുവും വയറ്റിലേക്ക് കടക്കുന്നു. ഇത് ഗ്യാസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്ന ശീലവും പലർക്കുമുണ്ട്. വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരം കൂടുതലായി നടക്കാം. ഇത് നല്ലൊരു കാര്യമാണെങ്കിലും സംസാരിക്കുമ്പോൾ വായുവും ഭക്ഷണത്തിനൊപ്പം വയറ്റിലേക്ക് കടക്കുന്നു. ഇത് ഗ്യാസിന് കാരണമാകുന്നു. മറ്റൊരു പ്രധാന കാരണം ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുന്ന ശീലമാണ്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ദഹനപ്രക്രിയ കുറച്ച് മന്ദഗതിയിലാണ്. ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുമ്പോൾ ദഹന എൻസൈമുകളുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയും ഭക്ഷണം ശരിയായി ദഹിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതും ഗ്യാസിന് കാരണമാകുന്നു. അതുപോലെ ചായയോ കാപ്പിയോ അമിതമായി കുടിക്കുന്ന ശീലവും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു. പലരും ഒരു ദിവസം 3-4 ഗ്ലാസ് ചായയോ കാപ്പിയോ കുടിക്കാറുണ്ട്. ഇത് വയറിന്റെ ആസിഡ് ബാലൻസിനെ ബാധിക്കുന്നു. കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ ഉപയോഗവും 50 വയസ്സിന് മുകളിലുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. ഇത്തരം പാനീയങ്ങൾ ഗ്യാസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുക, അല്ലെങ്കിൽ ഹെവി വ്യായാമം ചെയ്യുക എന്നിവയും ഒഴിവാക്കണം. പ്രത്യേകിച്ച് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം വളരെ തെറ്റാണ്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ദഹനശക്തി കുറവായതിനാൽ രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നത് വയറ്റിൽ ഗ്യാസും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു. ഇനി ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം? 50 വയസ്സിന് മുകളിലുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില ശീലങ്ങൾ നോക്കാം. ആദ്യം, ഭക്ഷണം പതിയെ ചവച്ചരച്ച് കഴിക്കുക. ഓരോ കടിയും നന്നായി ചവയ്ക്കുന്നത് ദഹനത്തെ എളുപ്പമാക്കുകയും ഗ്യാസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നുകിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് കുടിക്കുക. രാത്രി ഭക്ഷണം എപ്പോഴും ലഘുവായി കഴിക്കുക. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് പുഴുങ്ങിയ നേന്ത്രപ്പഴം, ഓട്സ്, ഇടിയപ്പം, അല്ലെങ്കിൽ പച്ചക്കറി സൂപ്പ് തുടങ്ങിയവ തിരഞ്ഞെടുക്കുക. ഭക്ഷണം കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞ് മാത്രം കിടക്കുക. ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്, പക്ഷേ അമിതമാകാതെ ശ്രദ്ധിക്കുക. ഒരു ദിവസം 18 മുതൽ 30 ഗ്രാം വരെ ഫൈബർ മതിയാകും. ബീൻസ്, ബ്രോക്കോളി, ക്യാബേജ് തുടങ്ങിയവ അമിതമായി കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഫൈബർ ഭക്ഷണങ്ങൾ അളവിൽ കഴിക്കുക. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില എളുപ്പമുള്ള പരിഹാരങ്ങൾ നോക്കാം. ഭക്ഷണം കഴിച്ച ശേഷം 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ലഘുവായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങൾ ചെയ്യുക. ഇത് ദഹനത്തെ സഹായിക്കുകയും ഗ്യാസ് കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ ഹെവി വ്യായാമങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഒരു ചെറിയ കഷണം ഇഞ്ചി ചവച്ചരച്ച് കഴിക്കുന്നത് ഗ്യാസിനെ കുറയ്ക്കാൻ സഹായിക്കും. ഇഞ്ചി കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോര് കുടിക്കുമ്പോൾ അല്പം ഇഞ്ചി ചേർത്ത് കഴിക്കാം. തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. തൈര്, യോഗർട്ട് തുടങ്ങിയവയിൽ പ്രോബയോട്ടിക്സ് ധാരാളമുണ്ട്. ഇത് വയറിന് ആവശ്യമായ നല്ല ബാക്ടീരിയകളെ നൽകുന്നു. ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ഗ്യാസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ദിവസവും ഒരു ചെറിയ കപ്പ് തൈര് കഴിക്കുന്നത് ശീലമാക്കാം. രാവിലെ വെറും വയറ്റിൽ ചെറുചൂടുള്ള നാരങ്ങാവെള്ളം കുടിക്കുന്നതും ഗ്യാസിനെ കുറയ്ക്കാൻ സഹായിക്കും. ഇതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷണം ഇഞ്ചിയോ ചേർക്കാം. ഇത് ദഹനവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ഗ്യാസിന്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. രാവിലെ ഭക്ഷണം എപ്പോഴും ലഘുവും ദഹിക്കാൻ എളുപ്പവുമായിരിക്കണം. ഓട്സ്, പുഴുങ്ങിയ മുട്ട, അല്ലെങ്കിൽ ഇടിയപ്പം പോലുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. എണ്ണ കുറഞ്ഞ ചട്നികൾ ഉപയോഗിക്കുന്നത് ദഹനത്തെ എളുപ്പമാക്കും. സാമ്പാർ, കറി തുടങ്ങിയവ ഒഴിവാക്കി ലഘുവായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. അവസാനമായി 5 മിനിറ്റ് ഡീപ് ബ്രീത്തിംഗ് വ്യായാമം ചെയ്യുന്നത് ഗ്യാസിനെ കുറയ്ക്കാൻ സഹായിക്കും. നന്നായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. ഇത് ശരീരത്തിന് റിലാക്സ് നൽകുകയും ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ശീലങ്ങൾ എളുപ്പത്തിൽ പാലിക്കാവുന്നതാണ്. ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുക, തൈര്, ഇഞ്ചി തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയെല്ലാം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളെ വളരെ കുറയ്ക്കാൻ സഹായിക്കും.
ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.